ഈറാമുട്ടിയായി മാറുകയാണ് കൊടുങ്ങല്ലൂർ നഗരത്തിലെ വാഹന പാർക്കിംഗ്. കൊടുങ്ങല്ലൂരിൽ വാഹനങ്ങളുമായി എത്തുന്നവർക്ക് നഗരത്തിലെ തിരക്കുമൂലം പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി. എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട്. മുഗൾ മാളിന് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിന് പോലീസ് 4 വട്ടം പിഴ ഈടാക്കിയ സംഭവം വരെയുണ്ടായി. സ്ഥിരമായിട്ട് തെറ്റിയടിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഫൈൻ അടിക്കുകയാണ്. 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈൻ അടിച്ചു. അങ്ങനെ മർച്ചൻ്റ് വഴിക്ക് നമ്മൾ പോലീസ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 26-ാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ്. മുമ്പ് 250 രൂപയാണ് ഫൈൻ അടിച്ചത്. ഇപ്പോൾ അടിച്ചിരിക്കുന്നത് 500 രൂപയാണ്. ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത്. പോലീസിന്റെ പിഴ ഭയന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയിലാണുള്ളത്. പാർക്കിംഗ് പ്രശ്നം കൊടുങ്ങല്ലൂരിലെ വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥയുടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിന് തലവേദനയായി മാറുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.